ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണം. ഇനി നമുക്ക് തേങ്ങ, മല്ലി, മുളക് എല്ലാം വറുത്തരച്ചിട്ടുള്ള ഒരു നാടൻ ചിക്കൻ കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. വറുത്തരച്ച മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ അരമുറി തേങ്ങ ചിരകിയത്, പിന്നെ കുറച്ച് കുഞ്ഞുള്ളി, കുറച്ച് ഉണക്കമുളക്, മുഴുവനായിട്ടുള്ള മല്ലി, പെരുംജീരകം, ചെറിയ ജീരകം, ഏലക്കായ, പട്ട, ഗ്രാമ്പൂ, പിന്നെ ഒരല്ലി വെളുത്തുള്ളി. വഴറ്റാനുള്ള മസാലയ്ക്കായിട്ട് ഒരു ചെറിയ സവാള അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, ഒരു തക്കാളി, 3 പച്ചമുളക് നീളത്തിലരിഞ്ഞത്. ആദ്യം തന്നെ നമുക്ക് തേങ്ങ മസാലക്കൂട്ടുകൾ നന്നായി വറുത്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് ആദ്യം തന്നെ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി എണ്ണയിൽ കിടന്നിട്ട് നല്ലോണം കളർ മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് വഴന്ന് വരട്ടെ. ഉള്ളി ഇതപ്പോൾ നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മുഴുവനായിട്ടുള്ള മല്ലിയും എടുത്തു വെച്ചിട്ടുള്ള ഉണക്കമുളകും ചേർക്കാം. മല്ലിയുടെ മുളകിൻ്റെയും പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വറുത്തെടുക്കാം. മല്ലിയും മുളകും പച്ചമണമൊക്കെ മാറി പാകമായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മസാലക്കൂട്ടുകൾ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി മൂപ്പിച്ചെടുക്കണം. മസാല എല്ലാം ഇവിടെ നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിരകി വെച്ചിട്ടുള്ള തേങ്ങ ചേർക്കാം. ചെറിയ തീയിലിട്ടിട്ട് തേങ്ങ നല്ല ബ്രൗൺ കളർ ആവണ വരെ നന്നായിട്ട് വറുത്തെടുക്കണം. തേങ്ങ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി അതിലേക്ക് 2 സ്പൂൺ ചിക്കൻ മസാലയും ഒരു 3/4 സ്പൂൺ മുളക് പൊടിയും ചേർക്കാം. തേങ്ങ വറുക്കുമ്പോൾ നമ്മൾ മുഴുവൻ മല്ലി ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഇനി ഇവിടെ മല്ലിപ്പൊടി ചേർക്കണില്ല കേട്ടോ. ഇനി മസാലപ്പൊടികളെല്ലാം തേങ്ങയായിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പം മസാല എല്ലാം നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചൂട് കട്ടിയുള്ള ഒരു പാത്രം എടുത്ത് ചൂടാക്കി അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് കൊടുക്കാം. ചിലർക്ക് സവാള വഴറ്റിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കണേ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാനെപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറ്. എനിക്ക് അങ്ങനെ ചെയ്യുമ്പോൾ എന്തോ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒരു റോ ടേസ്റ്റ് അങ്ങനെ തന്നെ നിൽക്കണ പോലെ തോന്നും. അതിനേക്കാൾ ടേസ്റ്റ് പോലെ എനിക്കിത് തോന്നിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഞ്ചി വെളുത്തുള്ളി ഇവിടെ നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു കുഞ്ഞ് സവാള അരിഞ്ഞത് ചേർക്കാം. ഇങ്ങനെ വറുത്തരച്ച് വെക്കുന്ന കറികൾക്കൊക്കെ സവാള കുറച്ച് ചേർക്കണമായിരിക്കും ഒന്നുകൂടെ നല്ലത്. സവാള നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും എടുത്തു വെച്ചിട്ടുള്ള തക്കാളി, പച്ചമുളക് ചേർക്കാം. ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. തക്കാളി ഇതവിടെ ചെറുതായി വെന്തു തുടങ്ങി. അപ്പോൾ നമുക്ക് അതിലേക്ക് കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ചേർക്കാം. ഇനി ചിക്കനും മസാലയും കൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി അരച്ചു വെച്ചിട്ടുള്ള മസാല ചേർക്കാം. ഒപ്പം കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ചിക്കൻ വെന്തതിന് ശേഷം മസാല ചേർക്കണേക്കാട്ടും കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും ചിക്കൻ്റെ ഒപ്പം തന്നെ ഈ മസാല ചേർത്തിട്ട് ചിക്കൻ വേവിക്കണത്. അപ്പോൾ അതിൽ നല്ലോണം എരിവും എല്ലാം നല്ലോണം പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചിക്കൻ്റെ കഷ്ണങ്ങളെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടാവും. കറി ഇത് അവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. കഷ്ണങ്ങളെല്ലാം നന്നായി വെന്തു. ഇനി ഇത് ചാറൊന്ന് കുറുകാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം കൂടെ ഒന്ന് നന്നായി തിളപ്പിച്ചിട്ടെടുക്കാം. നന്നായി തിളച്ച് വറ്റി ചാറെല്ലാം കുറുകി നല്ല ടേസ്റ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഉപ്പും എരിവും എല്ലാം നോക്കി എല്ലാം കറക്റ്റാണ്. നല്ല അടിപൊളി വറുത്തരച്ച ചിക്കൻ കറി റെഡിയായി. ഇനി നമുക്കിതൊന്ന് വറുത്തിടണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി ചൂടാക്കി അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി. ഇനി അതിലേക്ക് 3-4 കുഞ്ഞുള്ളി അരിഞ്ഞത് ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഉള്ളി ഇതാ ഇവിടെ ഏകദേശം മൂത്ത് പാകമായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തു. മുളക് പൊടി ഇട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കണം.
ഇപ്പം എല്ലാം മൂത്ത് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചിക്കൻ കറിയിലേക്ക് ഒഴിക്കാം. ഈ ചിക്കൻ കറി നല്ല അടിപൊളി ടേസ്റ്റാട്ടോ. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും പിന്നെ നെയ്ച്ചോറിനും പുട്ടിനും നൂൽപുട്ടിനും എല്ലാത്തിനും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. കുറേ ആൾക്കാർക്കൊക്കെ അറിയുണ്ടാവും ഇങ്ങനെ ഉണ്ടാക്കാൻ, പക്ഷെ അറിയാത്ത ആൾക്കാരും ഉണ്ടാവുമല്ലോ. അപ്പോൾ അറിയാത്ത ആൾക്കാർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഫീഡ്ബാക്ക് പറയണേ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.